കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ മന്ത്രി തോമസ് ഐസക്കിനെതിരായ നിയമ നീക്കങ്ങൾ ശക്തമാക്കി ഇഡി. ഏപ്രിൽ 2-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ച് വീണ്ടും സമൻസ് അയച്ചു. ഇത് 7-ാം തവണയാണ് തോമസ് ഐസക്കിന് നോട്ടീസ് ലഭിക്കുന്നത്. സമൻസുകളിൽ തുടർച്ചയായി ഹാജരാകാത്ത തോമസ് ഐസക്കിനെതിരെ നിയമ നടപടികളിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് വീണ്ടും സമൻസ്. ആവർത്തിച്ച് സമൻസുകൾ ലഭിക്കുമ്പോഴും ഇഡി നടപടികളെ കോടതിയിൽ ചോദ്യം ചെയ്യൽ ഒഴിവാക്കാനാണ് തോമസ് ഐസക്കിന്റെ ശ്രമം. ഈ മാസം 12-ന് ഹാജരാകാനായിരുന്നു ഒടുവിൽ ലഭിച്ച സമൻസ്. ജനുവരി 12-ന് ഹാജരാകാനുള്ള സമൻസ് ഉണ്ടായിരുന്നു. ജനുവരി 21-നും ഫെബ്രുവരി 13-നും ഹാജരാകാൻ സമൻസുകൾ ലഭിച്ചിരുന്നു. ഇഡിക്ക് മുന്നിൽ ഹാജരാകുന്നതിന് തടസ്സമെന്താണെന്ന് ഇതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി തോമസ് ഐസക്കിനോട് തിരക്കിയിരുന്നു. 1.5 വർഷം മുമ്പ് നൽകിയ സമൻസിൽ വ്യക്തിഗത വിവരങ്ങൾ തിരക്കിയെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് ആദ്യ സമൻസ് കോടതി റദ്ദാക്കിയിരുന്നെങ്കിലും കിഫ്ബി മസാല ബോണ്ട് കേസിൽ വിളിച്ചു വരുത്തുന്നത് തടഞ്ഞിരുന്നില്ല. കിഫ്ബി ഉദ്യോഗസ്ഥരും സമൻസിനെ കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു. കോടതി നിർദ്ദേശാനുസരണം കിഫ്ബി ഡെപ്യൂട്ടി ജനറൽ മാനേജർ അജോയ് കൃഷ്ണൻ, ഉദ്യോഗസ്ഥനായ ഹേമന്ത് എന്നിവർ ചോദ്യം ചെയ്യലിനെത്തിയിരുന്നു. കിഫ്ബിയുടെ 2150 കോടി രൂപയുടെ മസാല ബോണ്ട് ഇടപാടുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന CAG കണ്ടെത്തലിനെ തുടർന്നാണ് ഫണ്ട് ഇടപാടുകളിൽ അന്വേഷണം നടന്നത്. ജനം, കൊച്ചി.